നമസ്കാരം. തുഞ്ചൻ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലവർഷമെത്തിയതോടെ പനിയും പടർന്നു പിടിക്കുന്നു. ആശുപത്രിയിൽ പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയെത്തുന്ന ആയിരങ്ങൾ. തിരൂർ SSM പോളിടെക്നിക് ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് SFI സമരം ആരംഭിച്ചു. സ്കൂളുകളും വായനശാലകളും കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിൽ വായനാ ദിനം ആചരിച്ചു. വെട്ടിക്കുറച്ച തസ്തികകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. വാർത്ത വിശദമായി. കാലവർഷം എത്തിയതോടെ നാട് പകർച്ചപ്പനിക്കിടക്കയിൽ. ആശുപത്രികൾ പനിബാധിതരെ കൊണ്ട് നിറയുന്നു. കാലവർഷം തുടങ്ങിയതോടെയാണ് പനി പടർന്നു പിടിക്കുന്നത്. പനിബാധിതരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു. തിരൂർ ജില്ലാ ആശുപത്രി തിങ്കളാഴ്ച OP വിഭാഗത്തിൽ രോഗികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ജില്ലാ ഹോസ്പിറ്റലായി എന്ന് പറയുന്നത്, കാരണം ഇതിനൊരു മാറ്റം വേണ്ട. എത്രയോ രോഗികളാണ് ഇതിപ്പോൾ കൂടെ നിൽക്കണ ഞങ്ങൾ വരെ ഇപ്പോൾ രോഗികളാവും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഞാൻ എത്ര നേരം ഇതിൻ്റെ ഒരു രോഗിനെ അവിടെ കിടത്തിയിട്ട് ഒറ്റയ്ക്കുള്ള ഞാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എത്ര സമയം എന്തെങ്കിലും ഒരു മാറ്റം വരേണ്ടതിന് 1500ഓളം OP രോഗികളാണ് എത്തിയത്. ഇതിൽ 96 പേരും പനി ബാധിച്ച് ചികിത്സ തേടിയാണ് എത്തിയിട്ടുള്ളത്. ഒരു ഡെങ്കിപ്പനി അടക്കം 8 പേരെ അഡ്മിറ്റ് ചെയ്തു. നിലവിൽ 4 ഡെങ്കിപ്പനി രോഗികളാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. പനി ബാധിതർക്കായി ജനറൽ OP അടക്കമുള്ളവ ഒരുക്കിയിട്ടുമുണ്ട്. ലാബിലും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിനോദ് അറിയിച്ചു. തൃപ്പങ്കോട് മഹാശിവക്ഷേത്രത്തിലെ ഏകാദശി ശിവപുരാണ യജ്ഞത്തോടനുബന്ധിച്ച് പാർവതി പരിണയവും ഘോഷയാത്രയും നടന്നു. തൃപ്പങ്കോട് മഹാശിവക്ഷേത്രത്തിലെ ഏകാദശി ശിവപുരാണ യജ്ഞത്തോടനുബന്ധിച്ച് പാർവതി പരിണയവും ഘോഷയാത്രയും നടന്നു. ചടങ്ങിൽ ഒട്ടേറെ ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര പ്രദേശം ചുറ്റി യജ്ഞവേദിയിൽ സമാപിച്ചു. തുടർന്ന് പ്രത്യേക ചടങ്ങുകൾ, പറനിറ, സംഗീതാലാപനം എന്നിവ നടന്നു. 12 ദിവസങ്ങളായി നടക്കുന്ന ശിവപുരാണം 25-ന് പ്രതിഷ്ഠാദിനോത്സവത്തോടെ സമാപിക്കും. എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പ്രസാദഊട്ടും നടന്നുവരുന്നു. മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പിനെതിരെ UDYF സമരത്തിലേക്ക്. മലയാളം സർവകലാശാലയ്ക്ക് സ്വന്തമായി ഭൂമി ഏറ്റെടുക്കാനെന്ന പേരിൽ തിരൂരിലെ കോർപ്പറേറ്റ് മുതലാളിമാരായ ഭൂമാഫിയക്കാരിൽ നിന്നും സെന്റിന് കേവലം 10,000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഭൂമിക്ക് 1,70,000 രൂപ വില കാണിച്ച് കോടികളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരിന്റെയും ഉദ്യോഗസ്ഥ ലോബികളുടെയും നിലപാടുകൾക്കെതിരെ തിരൂർ നിയോജകമണ്ഡലം UDYF കമ്മിറ്റി സമരം നടത്തും. ജൂൺ 20-ന് ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് തിരൂർ RDO ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. പ്രതിഷേധ പ്രകടനം 10 മണിക്ക് തിരൂർ സെൻട്രൽ ജംഗ്ഷൻ പരിസരത്തു നിന്നും ആരംഭിക്കും. തിരൂർ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റിനടുത്ത് നിന്ന് മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ പിടികൂടി. തിരൂർ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിന് മുന്നിൽ മെറ്റൽ നിറച്ച ചാക്കിനടിയിലാണ് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടത്. ബസ് സ്റ്റാൻഡിലെത്തിയ ഒരു യാത്രക്കാരൻ ആദ്യം പാമ്പിനെ കണ്ടത്. ഉടൻ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വിവരമറിയിക്കുകയും കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്തക്കാരനായ പറവണ്ണ ഹംസ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു. വിവരമറിഞ്ഞ് നിരവധി യാത്രക്കാരും കാഴ്ചക്കാരായെത്തി. വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വിവിധ പാർട്ടികളുടെ നേതാക്കൾ ഇഫ്താർ വിരുന്നിൽ സംബന്ധിച്ചു. വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങളുള്ള സൗഹൃദം താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ടെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. മജീദ് മാടമ്പാട് സ്വാഗതം ആശംസിച്ചു. ഗണേഷ് വഡേരി ആമുഖ പ്രഭാഷണം നടത്തി. സമാപന പ്രസംഗം സാക്കിർ ചങ്ങരംകുളം നിർവഹിച്ചു. KV അനീഫ പൂക്കയിൽ അധ്യക്ഷത വഹിച്ചു. സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്. ഞങ്ങളെപ്പോലുള്ള മിനിസ്റ്ററൊക്കെ അറിയാം, ഞങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സ് വിശ്വസിക്കുന്നൊരു തത്വമുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ സ്റ്റുഡൻ്റാണ്. പഠിത്തം കഴിയുന്നില്ല ടീച്ചർക്ക്. അതേപോലെ തന്നെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജൂനിയർ ടീച്ചറുമാണ്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഗണേശൻ വടേരിയുടെ പ്രസംഗം കേട്ടപ്പോൾ ആത്മസംതൃപ്തി തോന്നി. കാരണം 2.5 മാസമാണെങ്കിലും ഇങ്ങനൊരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ എനിക്കും സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. തിരൂർ SSM പോളിടെക്നിക്കിലെ ഹോസ്റ്റൽ ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ പോളിടെക്നിക്കിന് മുന്നിൽ സമരം ആരംഭിച്ചു. 2015-ലെ അറ്റകുറ്റപ്പണികളുടെ പേരിലാണ് കോളേജ് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ബദൽ താമസ സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ കുട്ടികളെ വഴിയാധാരമാക്കുന്ന നിലപാടാണ് കോളേജ് അധികൃതർ കൈക്കൊണ്ടത്. താമസത്തിനായി വൻ തുക നൽകി സ്വകാര്യ ലോഡ്ജുകളിലും മറ്റും താമസിക്കേണ്ട സ്ഥിതിയുമുണ്ടായി. കഴിഞ്ഞ വർഷവും ഇക്കാര്യത്തിൽ പോളിടെക്നിക് അധികൃതരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ല. ഹോസ്റ്റൽ സൗകര്യമില്ലാത്തതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള മികച്ച വിദ്യാർത്ഥികൾ കോളേജ് മാറിപ്പോകുന്ന ദുസ്ഥിതിയും ഉണ്ടായി.
ഇതിനെ തുടർന്നാണ് വിഷയം SFI പ്രവർത്തകർ ഏറ്റെടുത്തത്. SFI യൂണിറ്റ് കമ്മിറ്റിയും പോളി സ്റ്റുഡൻസ് യൂണിയനും പ്രിൻസിപ്പാളിനും മാനേജ്മെന്റിനും പരാതികൾ നൽകി. ഇതിനും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഹോസ്റ്റൽ കെട്ടിടം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് ദ്വിദിന ധർണ SFI ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ ഉദ്ഘാടനം ചെയ്തു. സമീർ കാസിം അധ്യക്ഷനായി. അഫ്സൽ കൈനിക്കര, UP മനേഷ്, T ആസിഫ്, തേജസ് K ജയൻ എന്നിവർ സംസാരിച്ചു. 2 വർഷത്തിലധികമായി ഇവിടെ ഒരുപാട് കാലങ്ങളായി നിലനിന്നിരുന്ന വിദ്യാർത്ഥികളെ സന്തോഷപൂർവ്വം താമസിച്ചിരുന്ന ഒരു ഹോസ്റ്റൽ അടച്ചിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിക്കെന്ന പേരിലാണ് ആ കാലത്ത് ഞങ്ങളടക്കം ഇവിടെ ഫസ്റ്റ് ഇയേഴ്സ് വരുന്നതിന് മുന്നേ ആ കാലത്ത് അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയായിട്ടാണ് ഇവിടെ അറ്റകുറ്റപ്പണിക്കെന്ന പേരിലാണ് ആ ഹോസ്റ്റൽ അടച്ചുപൂട്ടിയിട്ടുള്ളത്. പക്ഷേ നാളിതുവരെ ആയിട്ട് അവിടെ ഒരു പുനരുദ്ധാര പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ്, എന്ത് ഹിഡൻ അജണ്ടയിലെ മറവിലാണ് ഇത് ഹോസ്റ്റൽ അടച്ചിട്ടുള്ളത് എന്നത് മാനേജ്മെൻറ്റ് വ്യക്തമാക്കണം. അത് വീണ്ടും വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടാണ് ഞങ്ങളിവിടെ സമരം നടത്തുന്നത്. 100-150 വിദ്യാർത്ഥികൾ പുറം ജില്ലകളിൽ നിന്ന്, ഈ മലപ്പുറം ജില്ലകളിൽ നിന്ന് പുറത്ത്, ഈ മലപ്പുറം ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിലായി നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കേണ്ടത്. നിലമ്പൂർ, അതുപോലെ എറണാകുളം, തൃശ്ശൂരൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി, ശോചനീയമായ അവസ്ഥയിലാണ് അവരിന്ന് പല പുറത്തുള്ള റൂമുകളിലും വലിയ ഫീസ് കൊടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടനുഭവിച്ച് ഭക്ഷണമില്ലാതെ നരകയാതന അനുഭവിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെറിറ്റിലടക്കം സീറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് സംരക്ഷണമാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും ഇവിടുത്തെ മേലധികാരികളും നൽകുന്നതെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് അറിയിക്കാൻ, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ബാധ്യസ്ഥരാണ്. അതിന് ഞങ്ങൾ നിരവധി തവണ മാനേജ്മെൻറ്റിനും ഇവിടുത്തെ ഗവേണിംഗ് ബോഡി ചെയർമാനായിട്ടുള്ള കുട്ടിയഹമ്മദ് കുട്ടിക്കും നിവേദനങ്ങളും മാസ് പെറ്റീഷനുകളും സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പൾക്ക് ഞങ്ങൾ നിരവധി തവണ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ KMEA എന്ന് പറഞ്ഞൊരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ KMEA സെക്രട്ടറിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും അത് ശരിയാക്കുക എന്നുള്ള ഒരു ഉറപ്പല്ലാതെ ഒരു വ്യക്തമായിട്ട് എഴുതി തന്നിട്ടില്ല, ഒരു ഉറപ്പും തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോയാൽ ഈ ഹോസ്റ്റൽ ഇപ്പോൾ വേറൊരു ആർട്സ് കോളേജോ അല്ലെങ്കിൽ അങ്ങനെ വേറെ രൂപത്തിൽ മാറ്റിയെടുക്കാനുള്ള പദ്ധതി ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട്. അത് അറിഞ്ഞിട്ടുണ്ട് ശക്തമായ പ്രതിഷേധം തന്നെയാണ് SFI ഇവിടെ തീർക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം വേണമെന്ന ആവശ്യം ന്യായമാണെന്ന് SM പോളിടെക്നിക് പ്രിൻസിപ്പൽ പറഞ്ഞു. തുഞ്ചൻ മിഷന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ വിദ്യാർത്ഥി സമരം ന്യായമാണെന്ന രീതിയിൽ പ്രതികരിച്ചത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഹോസ്റ്റൽ സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ബദൽ സൗകര്യം ഒരുക്കാൻ തയ്യാറാണ്. ഹോസ്റ്റൽ വേണമെന്നുള്ള കുട്ടികളും രക്ഷിതാക്കളും വരികയാണെങ്കിൽ ബദൽ സംവിധാനമായിട്ട് ഒരു ഹോസ്റ്റൽ നമുക്ക് സംവിധാനം ഉണ്ടാക്കാം. അതിനൊക്കെ ഞാൻ റെഡിയാണ്. ഞാൻ അവരൊപ്പം ഉള്ളത്. ഞാൻ പരിഹരിക്കുന്ന വരുമ്പോൾ അവർ ആവശ്യമുള്ള ആൾക്കാർ, കുട്ടികൾ തന്നെ ആൾക്കാരാണ് ഹോസ്റ്റൽ വേണ്ടിച്ച് അവർ വരികയാണെങ്കിൽ അവർ രക്ഷിതാക്കളും വിളിച്ച് നമുക്കൊരു മീറ്റിംഗ് കൂടാം. വേറെ ബിൽഡിംഗ് എടുത്തിട്ട് അവിടെ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ട് അവരെ ഹോസ്റ്റൽ എടുത്ത് താമസിപ്പിക്കാം. ഇത് എൻ്റെ കൺട്രോളിലല്ലാന്ന് മനസ്സിലായി. അത് ഞാൻ മാനേജറിനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെ ഇപ്പോൾ ഉള്ള ഇഷ്യൂ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിൽ പറ്റുള്ളൂ. പറവണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പറവണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അനിത കിഷോർ അധ്യക്ഷയെ, വെട്ടം ഗ്രാമപഞ്ചായത്ത് അംഗം നുസൈബ ബാനു, ശിവകുമാർ, സലാഹുദ്ദീൻ, V സുധാംബിക, TV ദിനേശൻ, K സുശീലൻ എന്നിവർ സംസാരിച്ചു. TP മജീദ് സ്വാഗതവും K സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാസാഹിത്യ മത്സരങ്ങളും അരങ്ങേറി. കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം അറിവിൻ്റെ ഒരു സംസ്ഥാനമായിട്ട് മാറാനും പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനതയായി നമ്മൾ മാറാനും എല്ലാം കാരണം വായനയുടെ സംസ്കാരം ഇവിടെ ഉണ്ടാക്കുന്നതിന് പണിക്കരെ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് കേരളം മറ്റു പല സംസ്ഥാനങ്ങളും കൊടിയ അസംബന്ധത്തിലും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിലും എല്ലാം കിടക്കുമ്പോൾ നമ്മൾ പുരോഗമനപരമായി ചിന്തിക്കുന്നതും വളരെ വ്യക്തമായി രാജ്യത്തിന്റെ നന്മയ്ക്കൊക്കെ വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യരായി, പ്രതികരണ ശേഷിയുള്ള മനുഷ്യരായിട്ടൊക്കെ നമ്മൾ മാറിയതിന്റെ കാരണം അത്തരത്തിലുള്ള ഒരു വലിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പരിണിത ഫലമായിട്ടാണ്. വെട്ടംപടിയം യുവജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. വെട്ടംപടിയം യുവജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനാ ദിനാചരണവും ബാലവേദി രൂപീകരണവും വാക്കാട് AMLP സ്കൂളിൽ വെച്ച് നടന്നു. വായനാ മത്സരത്തിനുള്ള പുസ്തകങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപിക സലോമി ജേക്കബിന് യുവജന വായനശാല പ്രസിഡന്റ് അൻവർ വാക്കാട് കൈമാറി. ലൈബ്രറി അംഗത്വ വിതരണം PTA പ്രസിഡന്റ് AP മുജീബ് നിർവഹിച്ചു. തുടർന്ന് ബാലവേദി അംഗങ്ങൾ സ്കൂൾ വളപ്പിൽ ബലവൃക്ഷ തൈകൾ നട്ടു. ചടങ്ങിൽ വായനശാല പ്രതിനിധികളായ ശാലീനൻ, റാഫി, ലൈബ്രറിയൻ സലാം, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
തൃപ്രങ്കോട് ബീരാഞ്ചിറ സഖാവ് മുഹമ്മദ് അലി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. തൃപ്രങ്കോട് ബീരാഞ്ചിറ സഖാവ് മുഹമ്മദ് അലി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ബീരാഞ്ചിറ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ ഇനം മത്സരങ്ങളും സംഘടിപ്പിച്ചു. വായനാ ദിനാചരണം തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജാസ്മിൻ കളരിക്കൽ, മുസ്തഫ പൂളയ്ക്കൽ, സാബു പുഴയ്ക്കൽ, അലിക്കുട്ടി മാസ്റ്റർ, ഉണ്ണി പൂളയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ കുറഞ്ഞുവരുന്ന വായനാശീലം പരിപോഷിപ്പിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ PPNM AUP സ്കൂളിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകളും കവിതകളും അടങ്ങിയ പുസ്തക സമാഹാരമാണ് കൈമാറിയത്. വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ VK അഭിലാഷ്, സ്കൂൾ ലീഡർ ജാവേദ് അമന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. യൂസഫ് തറമ്മൽ അധ്യക്ഷത വഹിച്ചു. സുജാത ടീച്ചർ, അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, യാസർ പൊട്ടച്ചോല, ജംഷീർ പാറയിൽ, ഗിരിജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം, ഏറ്റവും സന്തോഷപൂർണമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കളിച്ച് അതുപോലെ പഠിച്ച് വളരേണ്ട ഈ കാലഘട്ടത്തിൽ ഒരുപാട് വായന കൂടി ആവശ്യമായിരിക്കും. നമുക്ക് ധാരാളം വിജ്ഞാനം നേടേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ അക്കാഡമിക്സ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല, പൊതുവിജ്ഞാനവും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പെരുമണ്ണ പഞ്ചായത്ത് ക്ലാരി മുത്തൂരിൽ പുരാതന ശിവക്ഷേത്രത്തിലേക്കുള്ള ഇടവഴി വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നു. പലതവണ പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കറുകത്താണി കഴുങ്ങിലപ്പടി റോഡിൽ നിന്ന് ക്ലാരി മുത്തൂർ ശിവക്ഷേത്രത്തിലേക്കും നിരവധി വീടുകളിലേക്കും സഞ്ചരിക്കുന്ന 3 മീറ്റർ വീതിയിൽ ഇടവഴിയിലെ അവസ്ഥ ഇതാണ്. നിരവധി തവണ മാറി മാറി വരുന്ന പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഈ ഇടവഴിക്ക് ശാപമോക്ഷമായിട്ടില്ല. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും നിത്യേന നടക്കുന്ന ഇടവഴി കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇടവഴി കോൺക്രീറ്റ് ഇട്ട് നടക്കാൻ കഴിയുന്ന വിധമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. മഴക്കാലത്ത് തോടും വേനൽക്കാലത്ത് ഇടവഴിയുമായാണ്. രാത്രി സമയങ്ങളിൽ പ്രദേശത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും അസുഖം വന്നാൽ കിലോമീറ്റർ താണ്ടി വേണം റോഡിലെത്താൻ. എന്നാൽ രാത്രിയുടെ മറികെ സാമൂഹ്യ ദുരിതങ്ങൾ കോഴിപ്പാട്സുകൾ ഇടവഴിയിൽ ഇട്ട് കാൽനട യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് പതിവാണ്. നാട്ടുകാരുടെ ആവശ്യം റോഡിൽ നിന്നിറങ്ങുന്ന ഭാഗത്ത് കോൺക്രീറ്റ് പതിച്ച് നടക്കാൻ ഉപകരിക്കുന്ന രൂപത്തിലാക്കണമെന്ന് ആണ്. എന്നാൽ ഈ പുരാതന ഇടവഴിയിൽ രാത്രി സമയങ്ങളിൽ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിയാണ് പ്രദേശത്തുകാർ യാത്ര ചെയ്യുന്നത്. സ്ഥലം MLA V. അബ്ദുറഹ്മാന് പരാതി നൽകും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇലക്ഷൻ സമയത്ത് പല വാഗ്ദാനങ്ങൾ നൽകിയതായും ഇവർ പറയുന്നു. ഉന്നതാധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തുകാർ. തിരൂർ വൈലത്തൂർ ജംഗ്ഷൻ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരമായില്ല. ഇതുവഴി പോകുന്ന മിക്ക വാഹനങ്ങളും മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്നത് നിത്യകാഴ്ചയാകും. തിരൂർ താനൂർ കോട്ടക്കൽ പുത്തനത്താണി എന്നിവിടങ്ങളിലേക്ക് പോകണമെങ്കിൽ വൈലത്തൂർ വഴിയാണെങ്കിൽ പറയണ്ട. മണിക്കൂറുകളോളം വാഹനത്തിന് നീണ്ട ക്യൂവിൽ പെട്ടുകൊണ്ടായിരിക്കാം ഉദ്ദേശിച്ച സ്ഥലത്തെത്തുക. താനാളൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശത്തുമായി നിരവധി വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കാരണം എതിരെ വരുന്ന വാഹനത്തിന് ഒതുക്കാൻ കഴിയില്ലെന്നാണ് സത്യം. ഈ ജംഗ്ഷൻ ആണെങ്കിൽ തീരെ വീതി കുറഞ്ഞ റോഡും കോട്ടക്കൽ പുത്തനത്താണി ഭാഗത്തു നിന്നും വരുന്ന സർവീസ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് വൈലത്തൂർ ജംഗ്ഷന്റെ നടുവിലുമാണ്. താനാളൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പും തിരൂർ കോട്ടക്കൽ പുത്തനത്താണി എന്നീ ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളും നിലവിലെ സ്ഥലത്തു നിന്നും മുന്നോട്ട് നീക്കിയാൽ ഏറെക്കുറെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് ഡ്രൈവർമാർ പറയുന്നു. ട്രാഫിക്കിലൊരു ഹോം ഗാർഡ് നിയന്ത്രിച്ചാൽ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരമാകില്ല. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് നല്ല പിഴ ഈടാക്കിയും ട്രാഫിക് ബോധവൽക്കരണം നടത്തിയും മാത്രമേ വൈലത്തൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാവുകയുള്ളൂ. വെട്ടിക്കുറച്ച തസ്തികകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. കേരള സർക്കാരും KSEB മാനേജ്മെന്റും നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ചാണ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. തിരൂർ വൈദ്യുതി ഭവന് മുന്നിൽ നടന്ന കൺവെൻഷൻ INTUC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് NA കരീം ഉദ്ഘാടനം ചെയ്തു. CJ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. V. സുധീർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നീതി നിഷേധത്തിന്റെയും ജനവിരുദ്ധതയുടെയും ഒരു ഉത്തമ ഉദാഹരണമായി ഗവൺമെന്റ് മാറിയിരിക്കുക. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യം അതിന്റെ വിരുദ്ധാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ പോലെയുള്ള ആളുകളെ ഇത് ആശങ്കപ്പെടുത്തുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ആ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ തന്നെ നമ്മൾ ഈ സമൂഹത്തോട് ചില കാര്യങ്ങൾ അതൊരു ദുസൂചനയാണ് എന്ന തലത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളൊന്ന് അധികാരത്തിൽ വരട്ടെ എന്നിട്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ആ ശരിയാക്കുക എന്നുള്ള വാചകത്തിന്റെ അർത്ഥം വളരെ ഗൗരവതരമായ പരീക്ഷണത്തിനും പരിശോധനക്കും വിധേയമാക്കണം എന്ന്
നമ്മളെപ്പോലെയുള്ള ആളുകൾ, നമ്മുടെ സംഘടനാ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ സമൂഹത്തിൽ രാഷ്ട്രീയമായി വിവേചിച്ചറിയാൻ കഴിയുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞു ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ തൊഴിലാളികൾ, കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ വികസന മേഖല അടക്കം ഇന്ന് ആർജിച്ചെടുത്തിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു പിറകോട്ട് പോക്ക് ഒരു പക്ഷേ ഈ മുദ്രാവാക്യത്തിന്റെ ധ്വനിയിലൂടെ നമുക്കുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു സൂചന നമ്മളൊന്ന് കൊടുത്തു. പ്രധാന വാർത്തകൾ വേണം. കാലവർഷമെത്തിയതോടെ പനിയും പടർന്നു പിടിക്കുന്നു. ആശുപത്രിയിൽ പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയെത്തുന്ന ആയിരങ്ങൾ. തിരൂർ SSM പോളിടെക്നിക് ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI സമരം ആരംഭിച്ചു. സ്കൂളുകളും വായനശാലകളും കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിൽ വായനാ ദിനം ആചരിച്ചു. വെട്ടിക്കുറച്ച തസ്തികകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു.